ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുബിൻ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ സുബീസ് ട്രാവൽ ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് യാത്ര പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് അടുത്തുള്ള ഒരുപുണ്ണികാവ് ക്ഷേത്രത്തിലേക്കാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി താമരശ്ശേരി സംസ്ഥാന പാതയിലൂടെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പിഷാരികാവ് ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്താണ്. ഇത് കൊയിലാണ്ടിയിൽ നിന്നും വടകര റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുളം കാണാം. ഒരുപുണ്ണികാവിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കുളമുള്ളത്. ഇത് ഏകദേശം 12 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിഷാരികാവ് ക്ഷേത്രത്തിൻ്റെ ഭഗവതി ക്ഷേത്രമാണ് പിഷാരികാവ് ക്ഷേത്രത്തിൻ്റെ കുളമാണ്. നല്ല ശുദ്ധജലമാണ് കേട്ടോ ഉള്ളത്. നല്ല ശുദ്ധജല തടാകമാണ്. നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരുപുണ്ണികാവ് ക്ഷേത്രത്തിലേക്ക് തിരിയുന്നതിൻ്റെ ആ കവാടം കാണാം. ഇവിടെ നിന്നൊരു 750 മീറ്റർ കുറച്ച് ചെറിയ റോഡ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്ര പരിസരത്ത് എത്തുകയുള്ളൂ. ബീച്ച് സൈഡാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ ഒരുപുണ്ണികാവ് ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് സൈഡിലുള്ളൊരു ക്ഷേത്രമാണിത്. ഇപ്പോൾ നമ്മൾ ഒരുപുണ്ണികാവ് ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് പോകാനുണ്ടാവും ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക്. സൈഡിൽ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാം. നടപ്പാതയൊക്കെ നല്ല രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. നല്ല തിരമാല ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ അസ്ഥി നിമഞ്ജനത്തിനുള്ള സ്ഥലമുള്ളത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ പാറേൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോയിട്ടാണ് തോന്നുന്നു അസ്ഥി നിമഞ്ജനം ചെയ്യുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുന്ന വഴിയിലാണ് ഇതിൻ്റെ വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലത്തിൻ്റെ. ഇവിടെ കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡുമൊക്കെ ഉണ്ട്. പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തുള്ള പടയോട്ട കാലത്ത് അമ്പലം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുനരുദ്ധാരണം കഴിഞ്ഞ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അമ്പലം ഉള്ളത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മുമ്പിൽ തന്നെ വലിയൊരു ചെമ്പകമരം. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തു കൂടെയാണ് പ്രവേശിക്കുന്നത്. കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുമ്പിലെത്താൻ. അപ്പോൾ നട അടച്ചതാണ് കേട്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ ഒരു 4:15 ഉള്ള സമയം. ഇതാണ് അമ്പലം. അറബിക്കടലിലേക്ക് മുൻഭാഗം വരുന്ന രീതിയിലാണ് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇത് ദുർഗാദേവി ക്ഷേത്രമാണ്. ശാസ്താവും ഗണപതിയും ഉപപ്രതിഷ്ഠകളായിട്ട് ഉണ്ട്. മിറ്റൊക്കെ കല്ലുപാവി മനോഹരമാക്കിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയും കാണാം. തിക്കോടി ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല. ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതേപോലെയാണോ എന്നറിയില്ല, 5 കുളങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 5 കുളങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചെറിയ കുളങ്ങളാണെന്ന് തോന്നുന്നു, അത്ര വലുപ്പമില്ല എന്നാണ് കേട്ടത്. ഇതിൽ മീനുകളുണ്ട് കേട്ടോ. ഉണ്ടോ ചെറിയ ചെറിയ മീനുകൾ. ഇത് 2009 ഈ കുളം നവീകരിച്ചത്. അവിടെ ഒരു ബോർഡിൽ കണ്ടതാണ് കേട്ടോ. അത് ചെറിയ ചെറിയ കുറേ മീനുകളുണ്ട്. കുളവും അറബിക്കടലും കൂടി ഒരുമിച്ചുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് അറബിക്കടലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അങ്ങ് ദൂരെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അത് കോഴിക്കോട് സിറ്റിയാണോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടുണ്ട്. ഇവിടെ വൈകുന്നേരം 5:30 നട തുറക്കുക. ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് അമ്പലത്തിലൊന്ന് പ്രാർത്ഥിച്ച് ഇവിടെ കടലിലേക്കൊക്കെ നോക്കി തിരമാലകളൊക്കെ നോക്കി ഞങ്ങൾക്ക് നല്ലൊരു മനസ്സമാധാനം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഉരുവണ്യകാവിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.